അപ്പോൾ ഇതുപോലൊരു കീ ചെയിൻ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അങ്ങനെ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇതിൽക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെയുള്ള ബീഡ്സും അതുപോലെ ഈ ഒരു നൂല്. ഇത് നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ കങ്കൂസ് നൂല് എന്നാട്ടോ പറയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിന്റെ ഇതുപോലുള്ള നൂല് കിട്ടും, അതായാലും മതി. ഈ നൂല് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബീഡ്സ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ, അതുപോലെ ചെയ്യണേ. ആദ്യം നമ്മൾ 4 ബീഡ്സ് ആട്ടോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 4ാമത്തെ ബീഡ്സിന്റെ ഉള്ളിലേക്ക് 2 സൈഡിലുള്ള നൂലും നമ്മൾ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇത് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി വീണ്ടും ഒരു സൈഡിലുള്ള നൂലിൽ 4 ബീഡ്സ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ബീഡ്സിന്റെ ഉള്ളിലൂടെ ആ നൂല് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ കിട്ടും. ഇനി ഇതേ സെയിം പ്രോസസ് തന്നെ അപ്പുറത്തെ നൂലിലും 4 ബീഡ്സ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്യും. കണ്ടില്ലേ, 3 എണ്ണം ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒറ്റ ബീഡ് എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് 2 സൈഡിലുള്ള നൂലും ആ ഒരു ബീഡിലേക്ക് നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് ആയി കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി അടുത്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നൂലെടുത്തിട്ട് അതിലേക്ക് 3 ബീഡ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ച് കാണണേ, ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. അത്യാവശ്യം കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് വീഡിയോ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം കേട്ടോ കമന്റിൽ. അപ്പോൾ ഒരു സൈഡിലുള്ള നൂലിൽ നമ്മൾ 3 ബീഡ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലുള്ള നൂലിൽ 3 ബീഡ്സ് അതേപോലെ തന്നെ ചെയ്യാം. സെയിം പ്രോസസ് തന്നെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും അത്ര വലിയ പാടുള്ള ഒന്നും അല്ല കേട്ടോ. അപ്പൊ 2 സൈഡിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ഒതുങ്ങി നിൽക്കുക. ഇനി ചെയ്യേണ്ടത് ഇതാ ഈ കാണിക്കുന്ന 3 ബീഡ്സിലൂടെയും ആ നൂല് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കീ ചെയിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ നൂല് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. 2 തവണ ആട്ടോ അത് ഞാൻ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കണേ, ഇതേപോലെ തന്നെ ഒരു നൂലെടുത്തിട്ട് നമ്മൾ ആ ബീഡ്സിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണേ. കാരണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കെട്ടിയിട്ട കെട്ടുണ്ടല്ലോ, അത് ആ ബീഡ്സിന്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അത് ഊരിപ്പോയില്ല കേട്ടോ. ഇനി 2 സൈഡിലുള്ള നൂല് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്താ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു കീ ചെയിൻ ആക്കി എടുക്കുക. പക്ഷേടാ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പൊ നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാഗിലൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.